LED ബൾബ് റിപ്പയർ ചെയ്യുന്നതിനെ പറ്റിയുള്ള വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടാണിത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ നിഷിൻ, ഇലക്ട്രോസ്കോപ്പിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പാട്ട് നിർത്തിയത് ഇപ്പം നല്ല ഡ്രൈവറും അതേസമയം LED ബോർഡിൻ്റെ പ്രശ്നം കൊണ്ട് തെളിയാതിരിക്കുന്ന LED ബൾബുകളെ പറ്റി പറഞ്ഞിട്ടാണ്. അവിടെ LED ബോർഡിലുള്ള ഏത് LEDക്ക് ആ പ്രശ്നം എന്നുള്ളത് നമ്മൾ മൾട്ടിമീറ്റർ വെച്ചിട്ടും 9 വോൾട്ട് ബാറ്ററിയൊക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്ന കാര്യവും കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് അതിന് വേറൊരു മെത്തേഡാണ് നോക്കാൻ പോകുന്നത്. ഇപ്പം നല്ല ഡ്രൈവർ ആയതുകൊണ്ട് ഔട്ട്പുട്ടിൽ ഒരു 100 വോൾട്ടൊക്കെ വരും. അപ്പോൾ അത് ഓരോ LEDയുടെ അക്രോസ് എത്രത്തോളം ഡ്രോപ്പ് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ മൾട്ടിമീറ്റർ DC-യിലിട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കും. എന്നിട്ടാണ് നമ്മൾ ഏത് LEDക്ക് ആ പ്രശ്നം എന്നുള്ള കാര്യം ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പവറിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഔട്ട്പുട്ടിൽ 100 വോൾട്ട് വരെയൊക്കെ കാണാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് ഓരോ LEDയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്കിവിടെ ഒരു വോൾട്ടേജ് കാണാം. ഇനി നമുക്ക് അടുത്ത LEDയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യാം. ഇപ്പോൾ ആ വോൾട്ടേജ് കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ആ 2 LED കത്തുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ LEDയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ ആ LED ഒക്കെ തെളിയുകയും ചെയ്തു. അതനുസരിച്ച് വോൾട്ടേജ് കുറഞ്ഞും വന്നു. ഇനി നമുക്ക് അടുത്ത LEDയിൽ ചെക്ക് ചെയ്യാം. ഈ LEDയിൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും അത് തെളിയുന്നില്ല. മാത്രമല്ല അതിനകത്ത് വോൾട്ടേജ് ഒന്നും കാണിക്കുന്നുമില്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ കംപ്ലൈൻ്റ് ആയിട്ടുള്ള LED ഇതാണ്. ഇനി നമുക്ക് ആ LED കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒന്നൊരു എടുത്ത് കളഞ്ഞിട്ട് വേറൊരു SMD LED വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ തൽക്കാലം അത് എടുത്ത് കളഞ്ഞിട്ട് അവിടെ ഷോർട്ട് ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കാം. പിന്നെ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഡ്രൈവറിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് തെളിയാതിരിക്കുന്ന LED ബൾബുകളെ പറ്റിയാണ്. അങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഡ്രൈവർ നമ്മുടെ കയ്യിലുണ്ട്. അത് നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ബൾബ് പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഡ്രൈവറിൻ്റെ ഔട്ടിൽ എന്താ വോൾട്ടേജ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് വോൾട്ടേജ് ഒന്നും കാണിക്കുന്നില്ല. അതായത് ഡ്രൈവർ പോയതാണ്. പിന്നെ ഈ ഡ്രൈവറിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന ഈ റെസിസ്റ്ററാണ്. ഈ റെസിസ്റ്റർ കുറച്ച് കറുത്തൊക്കെയാണ് ഇരിക്കുന്നത്. നമുക്ക് ആദ്യമേ അത് തന്നെ ചെക്ക് ചെയ്യാം. കുറഞ്ഞ വാല്യൂ റെസിസ്റ്ററാണ് ഇവിടെ ഉപയോഗിക്കാറ്. അത് 100 ഓമിൽ താഴേക്ക് വരുള്ളൂ. ശരിക്കും നമ്മുടെ സർക്യൂട്ടിന് വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷനാണ്. അതായത് കൂടുതൽ കറണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ റെസിസ്റ്റർ കത്തിപ്പോയിട്ട് നമ്മുടെ സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇവിടുത്തെ കളർ കോഡിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 56 ഓമിൻ്റെ റെസിസ്റ്റർ ആണെന്നുള്ള കാര്യമാണ്. നമുക്ക് അതിൻ്റെ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ച് വാല്യൂ ഒന്നും കാണിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ഈ റെസിസ്റ്റർ കത്തിപ്പോയതാണ്, അവിടെ ഓപ്പൺ ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ റെസിസ്റ്റർ നമുക്ക് എന്തായാലും മാറണം. അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ റെസിസ്റ്റർ കത്തിപ്പോയിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും ഈ MOVയോ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ബ്രിഡ്ജ് റെക്ടിഫയറോ പോയതുകൊണ്ടായിരിക്കും സംഭവിക്കുന്നത്. പക്ഷേ ഈ ബോർഡിൽ ഈ MOVയും ബ്രിഡ്ജ് റെക്ടിഫയറും പാരലായിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലേതാണ് പോയതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ MOV അഴിച്ചു മാറ്റണം. നമ്മളിപ്പോൾ ആ ബോർഡിൽ നിന്ന് MOV അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി MOV നല്ലതാണെന്ന് ചെക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. സാധാരണ ഒരു നല്ല MOVക്ക് റെസിസ്റ്റൻസ് വരുന്നത് മെഗാ ഓംസ് റേഞ്ചിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ റെസിസ്റ്റൻസ് 600 ഓംസ് ഒക്കെ വരെ വരുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം ഈ MOV പോയതാണ്. ഇത് നമുക്ക് എന്തായാലും മാറ്റണം. പക്ഷെ നമുക്ക് ഇതിൻ്റെ കൂടെ ബ്രിഡ്ജ് റെക്ടിഫയർ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് നമ്മളുടെ ബ്രിഡ്ജ് റെക്ടിഫയർ. ഈ ബോർഡിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്തെങ്കിലും സംശയം തോന്നുവാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്ത് കണ്ടാൽ മതി. അതിന് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബ്രിഡ്ജ് റെക്ടിഫയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇൻപുട്ടിൽ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അതിന് നമ്മളുടെ മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മോഡിൽ ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഇൻപുട്ട് സൈഡിൽ, ഇതാണ് ഇതിൻ്റെ ഇൻപുട്ട് സൈഡ്, അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ ഷോർട്ടൊന്നുമില്ല. നമുക്ക് തിരിച്ചുകൂടി കൊടുത്തു നോക്കാം. ഇപ്പോഴും ഇവിടെ ഷോർട്ടില്ല. അതായത് നമ്മളുടെ ബ്രിഡ്ജ് റെക്ടിഫയറിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ ആകെ നിലവിൽ പ്രശ്നമുള്ളത് ഈ റെസിസ്റ്ററിന് MOVക്കുമാണ്. അത് രണ്ടും മാറ്റി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ ബോർഡിന് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റെസിസ്റ്റർ 56 ഓംസിൻ്റെ ഹാഫ് വാട്ട് റെസിസ്റ്ററാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 100 ഓംസിൽ താഴെയുള്ള ഹാഫ് വാട്ട് റെസിസ്റ്റർ ഉപയോഗിക്കാം. പക്ഷേ ഒരിക്കലും ക്വാർട്ടർ വാട്ട്സ് ഒന്നും ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കത്തിപ്പോവും. പിന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന MOV 511 KD07 എന്ന് പറഞ്ഞിട്ടുള്ള MOV ആണ്. സാധാരണ 15 വാട്ട്സിൽ താഴെ വരുന്ന ബൾബുകളിലൊക്കെ ഈ സെയിം ടൈപ്പ് MOV ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സർജ് വോൾട്ടേജ് 415 വോൾട്ടൊക്കെ വരും. പക്ഷെ നമ്മളിത് മാറിയിടുമ്പം ഒന്നുമില്ലെങ്കിൽ ഇതേ ടൈപ്പ് MOV തന്നെ മാറിയിടുക, അല്ലെങ്കിൽ ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള MOV മാത്രമേ മാറിയിടാവുള്ളൂ. അതുപോലെ തന്നെ അതിനകത്ത് കപ്പാസിറ്റർ മാറുമ്പോഴുള്ള കാര്യം, കപ്പാസിറ്റർ മാറുന്ന നമ്മൾ നോക്കുന്നുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്ന വോൾട്ടേജ് റേറ്റിങ്ങിലും വാല്യൂയിലും വരുന്ന കപ്പാസിറ്ററുകൾ തന്നെ ഇടാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും അതിലും കുറഞ്ഞ വോൾട്ടേജ് റേറ്റിംഗ് ഉള്ള കപ്പാസിറ്റർ ഒരിക്കലും ഇടരുത്. ഇനി നമുക്ക് ഈ 2 കമ്പോണൻസ് മാറ്റി വെച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ MOVയും റെസിസ്റ്ററും മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് പവർ ചെയ്ത് നോക്കാം.
അപ്പോൾ ഇത് ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഈ വെട്ടം കണ്ണിലേക്ക് അടിക്കാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിലൊരു ഫിലിം ഞാൻ വെക്കുവാണേ. ഇപ്പോൾ ബൾബ് തെളിയുന്ന നമുക്ക് കാണാം. അതായത് ഈ ബോർഡിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ബോർഡ് ഓക്കെ, നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു ബോർഡ് നോക്കാം. ഈ ബോർഡിൻ്റെ റെസിസ്റ്ററും MOV ഒക്കെ നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ ബക്കിൻ്റെ കൂടെ വരുന്ന ഈ കപ്പാസിറ്ററാണ്. സാധാരണ 10 മൈക്രോഫാറിന് താഴെയുള്ള കപ്പാസിറ്ററാണ് ഇവിടെ ബക്ക് കൺവെർട്ടറിൻ്റെ കൂടെ ഉപയോഗിക്കുക. നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പുറകിലെ ചിപ്പിൻ്റെ 2 കാലുകൾക്കിടയിലായിരിക്കും ഈ കപ്പാസിറ്റർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകുക. ഇപ്പം നമ്മൾ ഈ കപ്പാസിറ്റർ ഓപ്പൺ ആയി പോവുകയാണെങ്കിൽ നമ്മുടെ ബൾബ് കത്തില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് ലീക്കേജ് കൂടുവാണെങ്കിലും നമ്മുടെ ബൾബിൻ്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞു വരും. ഈ 2 കേസിലും നമുക്ക് ഈ കപ്പാസിറ്റർ മാറ്റി വെക്കണം. ഞാനിപ്പോൾ ഈ ബൾബ് പവർ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. എന്നിട്ട് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ തെളിയുന്നില്ല, അതായത് ഈ ബോർഡിന് കംപ്ലൈൻ്റ് ഉണ്ട്. ഇനി ഇത് കപ്പാസിറ്ററിൻ്റെ പ്രശ്നം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കപ്പാസിറ്റർ കാണുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ചില ബോർഡിലൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കപ്പാസിറ്റർ കാണുമ്പോൾ തന്നെ അത് പോയതാണെന്ന് മനസ്സിലാവും. ഉദാഹരണത്തിന് ഈ ബോർഡിൽ ഈ കപ്പാസിറ്റർ പൊട്ടിയിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ ഒരു കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കപ്പാസിറ്റർ മാറ്റിയിട്ടാൽ മതി. പക്ഷേ ഇവിടുത്തെ കപ്പാസിറ്റർ നോക്കുമ്പോൾ അതിങ്ങനെ പൊട്ടിയതും കരിഞ്ഞായിട്ടൊന്നും തോന്നുന്നില്ല. ചിലപ്പോൾ ഡ്രൈ സോൾഡറിങ്ങിൻ്റെ പ്രശ്നമാകാം. പക്ഷേ ഇവിടുത്തെ സോൾഡറിങ് നോക്കുമ്പോഴാണെങ്കിലും വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ പ്രശ്നം തന്നെയാണോ എന്ന് ഇത് ഉറപ്പിക്കാനായിട്ടൊരു വഴിയുണ്ട്. ഞാനിപ്പോൾ ഈ പവർ ഓൺ ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് ആ കപ്പാസിറ്ററിൻ്റെ 2 ടെർമിനലും കൂടെ ഷോർട്ട് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഈ ബക്ക് ഐസിയുടെ 2 പിന്നുകൾക്കിടയിൽ വരുന്ന കപ്പാസിറ്റർ മാത്രമേ ഷോർട്ട് ചെയ്യാവുള്ളൂ. ഒരിക്കലും മറ്റ് കപ്പാസിറ്ററുകൾ ഷോർട്ട് ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബക്ക് ഐസി കൂടി കംപ്ലൈൻറ്റ് ആക്കുന്ന പരിപാടിയാണ്. ഇനി നമുക്കൊന്ന് ഷോർട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ബൾബ് തെളിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഉറപ്പിക്കാം നമ്മുടെ പ്രശ്നം കപ്പാസിറ്റർ തന്നെയാണ്. ആ കപ്പാസിറ്റർ മാറ്റിയിട്ടാൽ മതി. അപ്പോൾ അവിടെ സ്വാഭാവികം ഉണ്ടാകുന്ന ഒരു സംശയമുണ്ട്. അപ്പോൾ ആ കപ്പാസിറ്റർ മാറ്റിയിടുന്നതിന് പകരം ഈ 2 പിന്നുകൂടി, അതായത് ഈ കപ്പാസിറ്ററിൻ്റെ 2 ടെർമിനലും കൂടി ഷോർട്ട് ചെയ്ത് വെച്ചാൽ പോലെയാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബക്ക് ഐസി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് അത് മാറ്റിയിടുന്നത് തന്നെയാണ് നല്ലത്. സാധാരണ അവിടെ ഒരു 50-60 വോൾട്ടിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് വരെ കപ്പാസിറ്ററാണ് വരുന്നത്. ആ വോൾട്ടേജ് റേറ്റിംഗ് നോക്കിയിട്ട് അതേപോലെയുള്ള കപ്പാസിറ്റർ അവിടെ ഇടുക. വോൾട്ടേജ് റേറ്റിംഗ് കുറഞ്ഞു പോകാതിരിക്കാനും ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമ്മളുടെ ചില LED ബൾബുകൾക്ക് ബ്രൈറ്റ്നസ് കുറഞ്ഞു പോകുന്ന പരിപാടിയുണ്ട്. അങ്ങനെ ബ്രൈറ്റ്നസ് കുറഞ്ഞു പോകുമ്പോഴും അത് ഈ കപ്പാസിറ്ററിൻ്റെ പ്രശ്നം കൊണ്ട് വരാം. അന്നേരം ഈ കപ്പാസിറ്റർ ചെക്ക് ചെയ്യണം. അപ്പോൾ അത് മാറ്റിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോർഡിൻ്റെ കാര്യം ഓക്കെയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് LED ബ്ലിങ്ക് ചെയ്യുന്ന പ്രോബ്ലമാണ്. ആ പ്രോബ്ലം ഉള്ള ഒരു ബോർഡ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമുക്ക് അത് നോക്കാം. ഇപ്പോൾ ഈ ബൾബ് മിന്നി കത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് കുറച്ച് പതുക്കെയാണ് മിന്നുന്നത്. ഇപ്പോൾ തൽക്കാലം ഞാൻ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാൻ പോവാണ്. ഇനി LED ബൾബ് ഇങ്ങനെ മിന്നി കത്താനായിട്ട് പ്രധാനമായിട്ട് 2 കാരണങ്ങളുണ്ട്. ഒന്നാ LED ബോർഡിൽ ഏതെങ്കിലും LED വീക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബ്ലിങ്ക് ചെയ്ത് കത്തും. അന്നേരം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഏത് LEDക്ക് ആ പ്രശ്നം കണ്ടുപിടിച്ചിട്ട് ആ LED റീപ്ലേസ് ചെയ്താൽ മതി, ആ പ്രശ്നം മാറും. ഈ രണ്ടാമത്തെ പ്രശ്നം ഉണ്ടാകുന്നത് ഡ്രൈവറിലാണ്. ഇപ്പോൾ ഡ്രൈവറിൽ ഏതെങ്കിലും കപ്പാസിറ്റർ വീക്കായിട്ടുണ്ടെങ്കിലും ഇതുപോലെ LED ബ്ലിങ്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഈ ബോർഡിലേക്ക് നോക്കിയാൽ ഡ്രൈവറിലെ 3 കപ്പാസിറ്ററിൻ്റെ പ്രശ്നം കൊണ്ട് ഇതുപോലെ LED ബ്ലിങ്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളുടെ ഫിൽറ്റർ കപ്പാസിറ്ററാണ്. ഇത് ബക്ക് ഐസിയുടെ കൂടെ വരുന്ന കപ്പാസിറ്റർ. ഇത് ഔട്ട്പുട്ടിലുള്ള സ്മൂത്തിങ് കപ്പാസിറ്റർ. ഇപ്പോൾ ഇവിടെ ഈ ബൾബ് പതുക്കെയാണ് ബ്ലിങ്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഈ ഫിൽറ്റർ കപ്പാസിറ്ററിൻ്റെ പ്രശ്നം കൊണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഈ സ്മൂത്തിങ് കപ്പാസിറ്റർ അല്ലെങ്കിൽ ബക്ക് ഐസിയുടെ കൂടെയുള്ള കപ്പാസിറ്ററിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് വളരെ ഫാസ്റ്റായിട്ടായിരിക്കും ബ്ലിങ്ക് ചെയ്യുന്നത്. നമുക്ക് ചിലപ്പം ബ്രൈറ്റ്നസ് കുറഞ്ഞു പോയാലായിരിക്കും അവിടെ ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഫിൽറ്റർ കപ്പാസിറ്ററായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഫിലിംഗ് കപ്പാസിറ്ററാണ്. ചില ബോർഡുകളിൽ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇലക്ട്രോലൈറ്റിക് എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ കപ്പാസിറ്റർ. അപ്പോൾ അതിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അത് ബോഡിയിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടാകും. ഈ കാണുന്ന ബാൻഡ് ആയിരിക്കും അതിൻ്റെ നെഗറ്റീവ്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവും നെഗറ്റീവും നോക്കിയിട്ട് മാത്രമേ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. തൽക്കാലം നമുക്കിപ്പോൾ ഈ കപ്പാസിറ്റർ മാറ്റിയിട്ട് നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ആ കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ബൾബ് കത്തുന്ന നമുക്ക് കാണാം. അതിൻ്റെ ബ്ലിങ്കിങ് പ്രോബ്ലം മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വീണ്ടും പ്രോബ്ലം കാണിക്കുവാണെങ്കിൽ അത് മിക്കവാറും നമ്മുടെ ബക്ക് ഐസിക്കിട്ട് പണി കിട്ടിയതായിരിക്കും. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് മെനക്കുള്ള പരിപാടിയാണ്. അതിന് നല്ലതൊന്നുമില്ലെങ്കിൽ ഈ ഡ്രൈവർ റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ ഈ റീപ്ലേസ്മെൻറ്റ് ബോർഡ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മളിവിടെ നോക്കിയ LEDകൾ ഫിലിപ്സിൻ്റെ അല്ലെങ്കിൽ ഹാവൽസിൻ്റെ, ബജാജിൻ്റെ, അതുപോലെ വിപ്രോയുടെയൊക്കെയാണ്. ഇത് കൂടാതെ ഇതേ ക്വാളിറ്റിയിൽ LEDകൾ ഉണ്ടാക്കുന്ന ചെറിയ സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് ഉണ്ട്. പിന്നെ ഈ ഇവിടെ പറഞ്ഞ കംപ്ലയിൻറ്റുകളല്ലാതെ വേറെ ഏതെങ്കിലും കംപ്ലയിൻറ്റുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജൊക്കെ ആയിട്ട് അയക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നോക്കിയിട്ട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നോക്കാം. ഇതൊരു വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ബോർഡാണ്. നമ്മൾ ഒരുപാട് സാധനങ്ങൾ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. റെസിസ്റ്റർ, അതിനകത്തെ കപ്പാസിറ്ററുകൾ, MOV, ഇൻഡക്ടർ. ഇന്നത്തെ ഇപ്പോൾ ആകെയുള്ളത് ബക്ക് ഐസിയും അതിൻ്റെ ഇൻഡക്ടറും കപ്പാസിറ്ററും മാത്രമാണ്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഞാനൊരു ഫിലിം ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഇപ്പോഴും ബൾബ് തെളിയുന്ന നമുക്ക് കാണാം. ഇപ്പോൾ ഇത്രയും കമ്പോണൻസ് ഇല്ലെങ്കിൽ നമ്മളുടെ ബൾബ് കത്തും.
നമ്മളൊരു ബക്കൈസിയുടെ ആപ്ലിക്കേഷനിലോട്ട് നോക്കുവാണെങ്കിൽ ഒരു LED ഡ്രൈവറിന് വേണ്ടിയിട്ടുള്ള ബേസിക് സർക്യൂട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ സർക്യൂട്ടിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഓരോ കമ്പനികൾ LED ബൾബ് പുറത്തിറക്കുന്നത്. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്, ഒരു ബക്കൈസിയുടെ ആപ്ലിക്കേഷൻ നോട്ട് താല്പര്യമുള്ളവർക്ക് വായിച്ച് നോക്കാനായിട്ട്. പിന്നെ ഇത്രയും കമ്പോണൻസ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളുടെ ബൾബിൻ്റെ എഫിഷ്യൻസി അതുപോലെ തന്നെ ലൈഫും കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ വർക്കിങ്ങും അതുപോലെ അതിനുണ്ടാകുന്ന കംപ്ലൈൻറ്റുകളെ പറ്റിയുള്ള വീഡിയോ ചാനലിൽ തീർച്ചയായിട്ടും കാണും. അതുകൊണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം.